ശരി, മുംതാഷിക്കാണ് വിവരങ്ങൾ നൽകിയതെന്തായാലും വലിയ തരത്തിൽ ഈ ധനമന്ത്രിയുടെ ഡ്രൈവർ എന്ന പദവി പോലും ദുരുപയോഗം ചെയ്ത് സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിനൊരു തുടരന്വേഷണം നടക്കേണ്ടതുണ്ട്. അവിടെ ഇടുക്കി തൊടുപുഴയിൽ തീരുന്നില്ല ഇത്തരം ആരോപണങ്ങൾ. ഷാർജയിലെ വീട്ടിൽ കൊല്ലം കേരളപുരം സ്വദേശിനിയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിലും ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവതിയുടെ അമ്മ ശൈലജ മകൾ വിഭജിക്ക് ഭർത്താവ് നിതീഷും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയും ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് അമ്മയുടെ പരാതി. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും കൊല്ലാക്കൊല ചെയ്തുവെന്ന് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അമ്മയും ഉന്നയിക്കുന്നത്. നിരന്തരമായി സ്ത്രീധനത്തിന്റെ പേരിൽ ഇവർ കലഹിച്ചിരുന്നുവെന്നും യുവതിയെ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുകയാണ് അമ്മ. ഈ ആത്മഹത്യാക്കുറിപ്പിലും സമാന കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ടോ? ജിൽസി, ഈ ചൊവ്വാഴ്ചയായിരുന്നു ഈ ഷാർജയുടെ അതായത് വിഭജിക്കുകയും ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള പരാതികൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം അതിനു മുൻപ് വീട്ടുകാരോടും ഒപ്പം തന്നെ സുഹൃത്തുക്കളോടും ഒക്കെ വിഭജിക പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. കാര്യം വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും വിടുന്നില്ല, ഒപ്പം തന്നെ ഉപദ്രവിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഭജിക നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നത്. അതായത് ഈ മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഫേസ്ബുക്കിൽ ഇടുന്നതിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുകയും രാത്രി കൂടെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതായത് ഭർത്താവിന് ഉൾപ്പെടെ ആ ഫേസ്ബുക്കിൽ ആക്സസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് കുടുംബം തന്നെ പറയുന്നത്. അതിൽ നിന്നുമാണ് ഈ ഒരു 4 പേജിലുള്ള ഒരു കത്ത് ലഭിക്കുന്നത്. കൃത്യം എന്തൊക്കെയാണ് താൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് അമ്മയോട് പോലും കൃത്യമായി പറയാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്കും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്. കാര്യം ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മാതാവാണ്. നാട്ടിലേക്ക് അമ്മയെ കാണാനായി വിഭജിക്കുകയും ഒപ്പം തന്നെ മകളുമായി വരാൻ തയ്യാറായിരുന്ന സമയത്ത് അതിന് പോലും അനുവദിക്കാതെ ആ വിഭജികയുടെ ഭർത്താവ് നിതീഷ് ഒപ്പം തന്നെ വീട്ടുകാരും അവിടെ തടഞ്ഞു വെച്ചെന്നുള്ള ഒരു ആരോപണവും പറയുന്നുണ്ട്. ഈ ചൊവ്വാഴ്ച മരണം നടന്നിട്ട് ലിജോ, അതായത് ഈ പീഡനം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് ഈ വിവാഹം കഴിഞ്ഞ ശേഷമോ ഇത്തരം ഒരു പീഡനം നടക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ എന്നുള്ള കാര്യമൊന്നും വിഭജിക വീട്ടിൽ അറിയിച്ചിരുന്നില്ലേ? വിഭജിക വീട്ടിൽ, അതായത് ഉപദ്രവിക്കുന്ന, അതായത് ആ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഉപദ്രവിക്കുക, ശരീരത്തിലാകമാനം പാടുകളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ, ഉപദ്രവത്തിന്റെ കാര്യങ്ങളൊന്നും കാര്യമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ വീണ്ടും ഈ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടുന്നതും പണം ആവശ്യപ്പെടുന്നതും കാറൊന്നും ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ വീട്ടിൽ ഒറ്റപ്പെടുത്തി, അതായത് അവിടെ വിദേശത്ത് ഈ നിതീഷിന്റെ പിതാവും നിതീഷിന്റെ സഹോദരിയും ഒക്കെ അവിടെയാണ് താമസിച്ചിരുന്നത്. പല കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഈ വിഭജികയെ ഒറ്റപ്പെടുത്തുന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സുഹൃത്തിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളെല്ലാം തന്നെ ശബ്ദ സന്ദേശത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെ അത് കൊടുക്കുകയും ചെയ്തതാണ്. കാര്യം അമ്മയ്ക്ക് ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അമ്മയോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാതിരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അമ്മയും പറയുന്നത്. പക്ഷെ ഈ ബന്ധുക്കളിലും ചില സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും കൊല്ലത്തുള്ള ഒരു അഭിഭാഷകനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. കാരണം അവിടെ വെച്ച് വിവാഹം നടക്കുന്നു. പക്ഷെ ഷാർജയിൽ വെച്ച് വിവാഹമോചനത്തിന് വേണ്ടിയുള്ള ഒരു നോട്ടീസ് നിതീഷ് അയക്കുന്നു. അപ്പോൾ തുടർന്ന് നടപടികളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ കൊല്ലത്തുള്ള ഒരു അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പെട്ടെന്ന്, അതായത് ഈ ബോട്ടിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു, തിരിച്ച് അഭിഭാഷകൻ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് ലഭിക്കാതെ വരികയും തുടർന്ന് വീട്ടുകാർ അറിയുന്നത് ഇവർ രണ്ടും, അതായത് ഈ വിഭജികയും കുഞ്ഞും മരിച്ചു എന്നുള്ളൊരു വിവരമാണ് അറിയുന്നത്. വീട്ടുകാരെയൊക്കെ ആദ്യം അറിഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വിഭജിക ആത്മഹത്യ ചെയ്തു എന്നാണ്. പക്ഷെ അത് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം രണ്ടുപേരും ഒരു കയറിന്റെ 2 അറ്റത്തായിട്ട് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയതിൽ തന്നെ ഈ കുടുംബത്തിന് വലിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അന്വേഷണമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും നിരവധി പരാതികൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതുവരെയും ഷാർജയിൽ തുടർ നടപടികളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഇനി തിങ്കളാഴ്ച ആയിരിക്കും ഒരുപക്ഷെ തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കാൻ സാധ്യതയുള്ളതാണ് ബന്ധുക്കളിൽ നിന്നും ഒപ്പം തന്നെ അഭിഭാഷകരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും കൃത്യമായി ഒന്നുകൂടെ റീപോസ്റ്റ്മോർട്ടം വേണമെന്നുള്ള ഒരു ആവശ്യവും ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ജിൽസി.